ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു കേട്ടോ. ഒരു 7 മണിക്ക് ഞാൻ എണീറ്റപ്പോൾ എണീറ്റപ്പോൾ എന്നെ ക്യൂട്ടി എൻ്റെ മേത്തുനിന്ന് കിടക്കുന്നുണ്ട്. അവിടെ ഞാൻ എപ്പോൾ എണീറ്റോ അപ്പം എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ എണീറ്റ് പോയി ഫ്രഷ് ആയിപ്പോഴേക്കും ഒരുത്തി അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ, ഫുഡായോ നോക്കിയിട്ട്. അമ്മ അപ്പോൾ അവൾക്കുള്ള ഫുഡൊക്കെ അവിടെ സെറ്റ് ചെയ്യണ്ടായിരുന്നു. ആശ തീന്നിട്ട് അപ്പം തന്നെ ഓടും അമ്മയുടെ അടുത്തേക്ക് കേട്ടോ, ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കും ഫുഡ് തരാൻ പറഞ്ഞിട്ട്. ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റു പോയി പല്ലൊക്കെ തേച്ചു. പല്ലൊക്കെ എനിക്ക് കുറച്ച് സമയം എടുക്കുകയും പിന്നെ ഞാൻ എണീറ്റപ്പോഴേക്കും ഞാൻ എപ്പോൾ പുറത്ത് വരണോ അപ്പോൾ ക്യൂട്ടിക്കും പുറത്ത് വരണം. അവൾക്ക് രാവിലെ ഒന്ന് പുറത്ത് കറങ്ങി നടന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോന്നപ്പോൾ തന്നെ അവളും പുറത്തേക്ക് ഓടുണ്ട്. വേഗം പോകാനാണ് കേട്ടോ. പിന്നെ ഞാൻ മുറ്റടിക്കാനായിട്ട് വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഞാൻ ഹോം ടൂറൊക്കെ ചെയ്തിട്ട്, ഹോം ടൂറല്ല, നമ്മുടെ കുറ്റീശ്വര വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വന്നേക്കാണ്. ക്യൂട്ടി ആ സമയം കൊണ്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ട്, അപ്പുറത്ത് വീട്ടിലെത്തി. ഇനി നമുക്ക് അവളെ പോയിട്ട് പിടിക്കണം കേട്ടോ. ഈ മുറ്റൊക്കെ ഒന്ന് അടിച്ച് കയറിയിട്ട് വേണം. മുറ്റടിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും രാവിലെ ആകുമ്പോൾ മുറ്റടിക്കും. പിന്നെന്താ, ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവും. അമ്മയ്ക്ക് ഈ ചെടികളൊക്കെ വയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് ചെടികളൊക്കെ അമ്മ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കണ്ട ക്യൂട്ടി അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കാൻ. അവൾ ഈ ചിത്രശലഭത്തിലാണ് പിന്നാലെ പോകണതാണ് കേട്ടോ. പിന്നെ അടുത്ത പണി അവളെടുത്തിട്ട് വരലാണ്. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിലാണ് അലക്കണേ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കാനൊക്കെ ഇട്ടു. പിന്നെ ഇന്നത്തെ ഒരു ഡേക്കൊരു സ്പെഷ്യലുണ്ട്. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് അമ്മ അടുക്കളയിൽ കാര്യമായിട്ടുള്ള പണിയിലാണ്. നമ്മൾ ഇത്തവണ കാര്യമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല, എന്നാലും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് രാവിലത്തേക്ക്. പിന്നെ വട്ടയപ്പം ചിക്കൻ കറിയായിരുന്നു. അമ്മയ്ക്ക് അതൊന്നും പറ്റില്ല കേട്ടോ. മതി രാവിലെ തന്നെ ചോറും ഇന്നലത്തെ മീൻകൂട്ടനൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കേണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ പണിയൊക്കെ എടുക്കാൻ നോക്കി. മേശ തുടയ്ക്കൽ, അങ്ങനത്തെ ചെറിയ ചെറിയ പണികളാണ് കേട്ടോ എനിക്കുള്ളത്. പിന്നെ ക്യൂട്ടിയുടെ ഫുഡിങ് ടൈമായി. അവൾ പാല് കുടിക്കുകയാണ്. പിന്നെ പായസം, ബർത്ത്ഡേ ആയ പായസം വേണമല്ലോ, അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അമ്മ. പിന്നെ ചോറ് വയ്ക്കാനും അടുക്കള പണിയിലാണ് കേട്ടോ. അമ്മ രാവിലെ അടുക്കള പണിയൊക്കെ ചെയ്യും. ഞാനപ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും പണി പെട്ടെന്ന് തീരും. പിന്നെ നമുക്ക് പണികളൊന്നും ഉണ്ടാവില്ല, നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും. ഈ വോയിസിൽ വേറെ കുറേ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ മുകളിലാണ് ഇരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വേറെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞാൻ ആ റൂമൊക്കെ ഒതുക്കി അങ്ങനെ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ ആയിട്ടോ. പാലടയാണ് വെച്ചത്. നമ്മൾ കിറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. പാലടൊക്കെ വെച്ചു. പിന്നെ കുറച്ച് നേരം ക്യൂട്ടിയുടെ കൂടെ ഇരുന്ന് കളിച്ചു. അമ്മയ്ക്ക് പണിയൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ക്യൂട്ടീനെ എടുത്ത് കുറച്ച് നേരം അവൾ കൊഞ്ചിച്ചിരിക്കണം കേട്ടോ. അവളും അതിനനുസരിച്ച് നിന്ന് തരും. ശരിക്കും കുഞ്ഞു പിള്ളേരെ പോലെയാണ്. പിന്നെ ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. വട്ടയപ്പം ചിക്കൻ കറി ആയിരുന്നു. പിന്നെ അമ്മയ്ക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വരികയാണ് അമ്മ. ഈ ഒരു ടോപ്പായിരുന്നു കേട്ടോ. ഈ ഒരു ടോപ്പായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മയ്ക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടൻ്റെ വക ഒരു ഡയറി മിൽക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയല്ല കേട്ടോ, ഞാനാണ് മേടിച്ചത്. അങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ലുഡോ കളിക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ലുഡോ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞങ്ങൾ ഉച്ച വരെ ലുഡോ കളിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഞാൻ രാവിലത്തെ വട്ടയപ്പവും ചിക്കൻ കറിയും തന്നെയാണ് കേട്ടോ കഴിച്ചത്. ചേട്ടൻ ചോറും കഴിച്ചു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യലായ പായസം കുടിക്കാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അമ്മ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കി. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. പിന്നെ നമ്മൾ ബർത്ത്ഡേയുടെ കാർഡ്സൊക്കെ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വെക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല, ഫുള്ള് കാർട്ടൂണുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മേശയുമാണ് കേട്ടോ ഇത്തവണ ഹാപ്പി ബർത്ത്ഡേ പൊട്ടിച്ചത്. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ വന്നു. നമ്മൾ 4 മണിക്കാണ് കേട്ടോ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും കേക്കൊക്കെ വന്നു. പിന്നെ അമ്മ അവിടെ സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മയുടെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. പുതിയ അമ്മ സുന്ദരിയാവാണ്. ഞങ്ങളപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. കേക്കൊക്കെ വന്നപ്പോൾ ഞാനാണത് അൺബോക്സ് ചെയ്യുന്നത്. എനിക്ക് ഏത് കേക്കാണെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരിതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുറക്കാണ് കേട്ടോ. അങ്ങനെ കിട്ടണമില്ല തുറക്കാനായിട്ട്. ഇത്തവണ നമ്മൾ ബ്ലൂബെറിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതായിരുന്നു. പിന്നെ ഈ അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട്. അമ്മ വീട്ടിൽ നിന്ന് ഡ്രസ്സ് തന്നെ ഇടാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മേനെ മേക്കപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനത് മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിച്ചു അമ്മയുടെ മുടിയിൽ. ഇങ്ങനെ എപ്പോഴൊന്നും ചാൻസ് കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ടൈമിൽ ഞാൻ അമ്മേനെ ഭയങ്കരമായി പിഴിയും.
അങ്ങനെ നമ്മൾ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞു കേട്ടോ. കുറേ കെട്ടി പക്ഷെ അതൊന്നും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം എടുത്തിട്ടാണ് നമ്മൾ മുടിയൊക്കെ കെട്ടിയത്. അപ്പോൾ എല്ലാം സെറ്റായിട്ടോ. അമ്മയും സെറ്റായി, ഞാനും റെഡിയായി. ഞാൻ കുളിച്ച് വന്നു കേട്ടോ. ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും റെഡിയായി. നമ്മുടെ കേക്കും സെറ്റായിട്ടോ. ഇത്തവണ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇത്തവണ വേറെ ആരും ഇല്ല, ഞങ്ങൾ മൂന്നാൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇത്തവണത്തെ ബർത്ത്ഡേയും ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. കേക്ക് കട്ട് ചെയ്തു. അമ്മയ്ക്കും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. ഭയങ്കര കണ്ണടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ഒരുങ്ങാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ നിർബന്ധിപ്പിച്ച് ഇങ്ങനെ ഒരുക്കി നിർത്തിയേക്കുന്നതാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും കഴിച്ചു. നിനക്ക് മാത്രം കുടിച്ചാൽ മതിയോ? നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിയായി. അപ്പോൾ ക്യൂട്ടിക്ക് പുറത്ത് കിടക്കേണ്ട ഒരു സമയമായിട്ടോ. ഈ ഒരു ടൈമിൽ ഞങ്ങൾ പുറത്ത് നടക്കാനിറങ്ങും. അവൾക്ക് ഇതേ കഴുത്തിൽ ചങ്ങലൊക്കെ കിട്ടിയിട്ട് പുറത്തൊന്ന് കറങ്ങാനിറങ്ങും. പിന്നെയാണ് കേട്ടോ ചേട്ടൻ മേടിച്ചെന്ന ഡയറി മിൽക്കൊക്കെ ഓർമ്മ വന്നേ. അപ്പോൾ അത് പോയി എടുത്ത് അമ്മോട് തന്നെ പൊട്ടിക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് കിട്ടിയതാണല്ലോ, അപ്പം അമ്മ തന്നെ എന്തായാലും തുറന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അമ്മ അങ്ങനെ ചോക്ലേറ്റൊന്നും കഴിക്കില്ല. പിന്നെ അമ്മ പൊട്ടിച്ച് തന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മിഠായിയൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡയറി മിൽക്ക് പ്രാന്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോരം കിട്ടിയാലും ഞാൻ ഡയറി മിൽക്ക് കഴിക്കും. സംഭവം അങ്ങനെ കഴിക്കാൻ പാടില്ലെന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡയറി മിൽക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മിക്ക സമയവും നമ്മൾ രാത്രി ക്യൂട്ടിയുടെ ഒപ്പം ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുക. അവളുടെ കൂടെ പുറത്ത് പോവും, അവളെ പുറത്ത് നടത്തിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ രാത്രി പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. ടി വി കാണലൊക്കെ ഞങ്ങൾ കുറവാണ്. ഫുഡ് കഴിക്കണ ഒരു ടൈമിൽ വെക്കുന്നതല്ലാണ്ട് പിന്നെ അങ്ങനെ ടി വി ഒന്നും വെക്കില്ല. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വ്യൂവേഴ്സൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ഒന്നും കയറുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതേ ഒരുത്തൻ രാത്രിയാണ് കേട്ടോ ഷേവ് ചെയ്യാൻ തോന്നി. അപ്പോൾ അവൻ്റെ ഷേവ് ചെയ്യണത് ഒരു 11 മണി 11:30 സമയമായപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.